ആ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ബോഡിയിൽ തന്നെ ഉണ്ട്. ടച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനൊക്കെ ഒരു വൈറ്റ് ലൈൻസ് ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വിസിബിൾ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി കാണുമ്പോഴത്തേനും മറ്റേത് വൈറ്റ് ലൈൻസുകളുണ്ടായിരുന്നു. ഇങ്ങനെ ആക്കുമ്പോഴത്തേനൊക്കെ പെട്ടെന്ന് വൈറ്റ് ലൈൻസ് ഇങ്ങനെ വിസിബിൾ. ഹേ ദിസ് നിമിഷ, ഞാനിന്ന് എക്സ്ട്രീം ഡ്രൈ സ്കിന്നുള്ളവർക്ക് വേണ്ടിയിട്ട് 2 പ്രോഡക്റ്റാണ് കേട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഒരു അറ്റ്മോസ്ഫിയർ വെച്ചിട്ട് എക്സ്ട്രീം ഡ്രൈ സ്കിന്നുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലേ. നിങ്ങളുടെ പിറവൊക്കെ എന്താ പറയുക, സ്കിന്നൊക്കെ ഫുള്ളിൽ പാമ്പിൻ്റെ തുള്ളി കണക്കൊക്കെ ഇരിക്കുക അല്ലേ. വൈറ്റ് ലൈൻസ് വന്നിട്ട് അങ്ങനെ ഒരു വലിയ കണക്കൊരു ഫീലും അങ്ങനെയൊക്കെ ആയിരിക്കും. എനിക്കങ്ങനെയാണ്. എക്സ്ട്രീം ഡ്രൈ സ്കിന്നാണ് എനിക്ക്. അപ്പോൾ എപ്പോഴും നമ്മൾ മോയ്സ്ചറൈസ് ചെയ്ത് ഹൈഡ്രേറ്റ് ആക്കി തന്നെ വെക്കേണ്ടി വരും നമ്മുടെ ബോഡി അല്ലേ. അപ്പോഴത്തേനും എപ്പോഴും വെള്ളത്തിൽ പോയി കിടക്കാനൊക്കെ തോന്നും. പക്ഷേ വെള്ളം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ വീണ്ടും നല്ല ഡ്രൈ ആവുന്ന കണക്ക് തോന്നാറുണ്ട്. കാലും കൈയും ഫേസും ലിപ്പിൻ്റെ ഇവിടെയും ചീക്സിൻ്റെ ഇവിടെയൊക്കെ നല്ല ഡ്രൈ ആവാറുണ്ട്. അപ്പം അങ്ങനെ ഡ്രൈ ആവുന്നവർക്ക് വേണ്ടിയിട്ടാണ് എനിക്കിപ്പോൾ ഒരു 1 വീക്കായിട്ട് യൂസ് ചെയ്യുന്നതിൽ നിന്ന് ഉള്ള ഒരു മാറ്റമാണ്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുള്ള 2 പ്രോഡക്റ്റുമാണ്. ഒന്നെന്ന് പറയുന്നത് മോയ്സിൻ്റെ ക്ലെൻസിങ് ലോഷനാണ്. ഇതാണ് കേട്ടോ പ്രോഡക്റ്റ്. ഇതെന്ന് പറയുന്നത് നമ്മൾ സാധാരണ എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഉള്ളവർ സോപ്പ് ഉപയോഗിച്ച് നമ്മൾ കുളിക്കുകയും ചെയ്യരുത്. ഡോവ് ഒരു പരിധിവരെ നമ്മൾ സ്കിൻ കുറച്ചുകൂടി മോയ്സ്ചറൈസ് ആവാൻ സഹായിക്കുമെങ്കിലും കുറച്ചുകൂടി നല്ലത് ഇതുപോലുള്ള ക്ലെൻസിങ് ലോഷൻസ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതിനകത്ത് ലോഷൻ, ബോഡി വാഷൊക്കെ ആണെങ്കിലും ഫ്രാഗ്രൻസ് ഫ്രീ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിനകത്ത് ഫ്രാഗ്രൻസ് ഉണ്ടെങ്കിലും നമ്മൾ നോർമലി ഉള്ള ഒരു ബോഡി വാഷോ അല്ലെങ്കിൽ സോപ്പോ പോലുള്ള വലിയ ഒരു ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഭയങ്കര എന്താ പറയുക ഡെപ്തുള്ള കെമിക്കൽസും കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഒരു എന്താ പറയുക പതയത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ പതയാൻ ആവശ്യമായിട്ടുള്ള കെമിക്കൽസ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. ഒട്ടും പതയത്തില്ല. നമുക്ക് അതുകൊണ്ട് നമ്മൾ സോപ്പൊക്കെ സാധാരണ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പതയണമല്ലോ നന്നായിട്ട്. അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. ജസ്റ്റ് ഇങ്ങനെ തേക്കാൻ പറ്റും നന്നായിട്ട് ഫേസിലും ബോഡിയിലും. നമ്മൾ കുളിക്കുമ്പോൾ ബോഡി വാഷോ അല്ലെങ്കിൽ സോപ്പോ യൂസ് ചെയ്യുന്നതിന് പകരം ഈ ഒരു ക്ലെൻസിങ് ലോഷൻ യൂസ് ചെയ്താൽ മതി കേട്ടോ. മോയ്സിൻ്റെ ക്ലെൻസിങ് ലോഷൻ ക്ലെൻസ് ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനും സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കും കേട്ടോ. ഇതിനകത്ത് വിറ്റാമിൻ B5 ആലോവേരയുടെ എക്സ്ട്രാക്ട്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. pH 5-6 ഒക്കെ ബാലൻസ് ചെയ്യുന്ന ഒരു ക്ലെൻസിങ് ലോഷനാണിത്. ബോഡിക്കും ഫേസിനും ഒരേപോലെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് 2 നേരം യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. അല്ലെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ഡേയും യൂസ് ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വെനിസിയയുടെ മാക്സ് ലോഷനാണ്. വെനിസിയ മാക്സ് ലോഷൻ ഇൻറ്റൻസീവ് മോയ്സ്ചറൈസിങ് ലോഷനാണ്. ഇതും ഒരു എന്താ പറയുക എക്സ്ട്രീം ഡ്രൈ സ്കിന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. സാധാരണ നമ്മൾ ഈ എക്സ്ട്രീം ഡ്രൈ സ്കിന്നുള്ളവർക്ക് ക്രീം ടൈപ്പ് പറ്റത്തില്ല. എനിക്ക് പേഴ്സണലി പറ്റത്തില്ല. ക്രീം എന്ന് പറയുമ്പോൾ ഇങ്ങനെ തേക്കുമ്പോൾ ഇവിടെയുള്ള വൈറ്റ് കാസ്റ്റ് കണക്കിരിക്കത്തുള്ളൂ, ഇങ്ങോട്ട് വരത്തില്ല. അപ്പോൾ ഇല്ല ഒട്ടിപ്പിടിച്ച് സ്റ്റിക്കി ടൈപ്പായിട്ടിരിക്കുന്നതൊക്കെ തോന്നുക. അപ്പോൾ ലോഷനാണ് കുറച്ചുകൂടി ബെറ്റർ. ലോഷനാണ് നമുക്ക് പെട്ടെന്ന് തേച്ച് പിടിപ്പിക്കാൻ അബ്സോർവ് ചെയ്യിക്കാനും ഒക്കെ നമുക്ക് ഒരു എളുപ്പം തോന്നും. ക്രീമാണെങ്കിൽ എക്സ്ട്രീം ഡ്രൈ സ്കിൻകാർക്ക് പറ്റത്തില്ല. അപ്പം ഇത് വെനിസിയ മാക്സ് ലോഷൻ. ഇത് എന്താ പറയുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. ഈ ക്ലെൻസിങ് ലോഷൻ ഉപയോഗിച്ച് നമ്മൾ ബോഡി വാഷ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഫേസ് എവിടെയാണോ നമ്മൾ ഇത് ക്ലെൻസിങ് ലോഷൻ ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നത്, ബോഡി വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു 3 മിനിറ്റാണ് ടൈം കേട്ടോ. നമ്മൾ ആ ഒരു ബോഡിയിൽ ആ ഒരു ഹൈഡ്രേഷൻ, ആ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പം മാറുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യണം. എന്നിട്ട് ആ ഒരു ഈർപ്പം നമ്മൾ സ്കിന്നിൽ നിൽക്കുമല്ലോ, ആ സ്കിന്നിൽ ആ ഈർപ്പം പോകുന്നതിന് മുന്നേ, അതായത് 3 മിനിറ്റ് എന്ന് പറയാം, 3 മിനിറ്റ് കുളിച്ച് കഴിഞ്ഞ് 3 മിനിറ്റിന് മുന്നേ ഈ വെനിസിയ മാക്സ് ലോഷൻ അപ്ലൈ ചെയ്തിരിക്കണം. ഇതൊരു മോയ്സ്ചറൈസറാണ്. എക്സ്ട്രീം ഡ്രൈ സ്കിൻകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നോർമൽ ടു ഡ്രൈ സ്കിൻ
അപ്പോൾ ഇൻറ്റൻസീവ് മോയ്സ്ചറൈസിങ് ലോഷനാണ് കേട്ടോ, ഇൻറ്റൻസീവാണ്. അപ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾക്ക് സഹായിക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ്. അപ്പം ഇതും വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. എനിക്കിത് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു മോയ്സ്ചറൈസറാണ്. അപ്പം ഇതിനകത്തുനിന്ന് എനിക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു 1 വീക്ക് ആയിട്ട് ഞാൻ യൂസ് ചെയ്ത് വരാണ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇപ്പം ഞാൻ തലേദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാലും, പക്ഷേ സാധാരണ ഞാൻ മുമ്പൊക്കെ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറൊക്കെ തലേന്ന് നൈറ്റ് യൂസ് ചെയ്ത് പിറ്റേന്ന് ആകുമ്പോഴത്തേനും വീണ്ടും ബോഡി ഡ്രൈ ആവുമെന്നൊക്കെ തോന്നുമായിരുന്നു. പക്ഷേ ഇത് ആ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ബോഡിയിൽ തന്നെ ഉണ്ട്. ടച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനൊക്കെ ഒരു വൈറ്റ് ലൈൻസ് ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വിസിബിൾ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി കാണുമ്പോഴത്തേനും മറ്റേത് വൈറ്റ് ലൈൻസുകളുണ്ടായിരുന്നു. ഇങ്ങനെ ആക്കുമ്പോഴത്തേനൊക്കെ പെട്ടെന്ന് വൈറ്റ് ലൈൻസ് ഇങ്ങനെ വിസിബിൾ ആവുമായിരുന്നു. ഇപ്പം അങ്ങനെയില്ല, വൈറ്റ് ലൈൻസ് ഇല്ല. കാലിലും വൈറ്റ് ആയിട്ടുള്ള ഒരു ലൈൻസ് ഇല്ല കേട്ടോ. പിന്നെ എൻ്റെ പാമ്പിൻ്റെ തൊലിയിണൊക്കെ ഇരിക്കുന്ന ആ ഒരു ടൈപ്പൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. അപ്പം 100% വർത്തായിട്ടുള്ള 2 പ്രോഡക്റ്റാണ്. ഇത് രണ്ടും കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ക്ലെൻസിങ് ലോഷൻ യൂസ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ എന്നതിലേക്ക് നമുക്ക് ബോഡിയിലും ഫേസിലും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഇത് അണ്ടർആംസിലൊക്കെ അപ്ലൈ ചെയ്യാം. കാര്യം എന്ന് വെച്ചാൽ ഇത് വളരെ ലൈറ്റ് വെയ്റ്റുമാണ്. അത് നോൺ കോമോജനിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് സെൻസിറ്റീവ് ഏരിയസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. പുരികത്തിൽ, മുഖത്ത് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം, ഒരേപോലെ അപ്ലൈ ചെയ്യാം. താങ്ക് യു.